ഹായ് ഹലോ. എനിക്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ട്യൂണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഫിഷ് പിക്കിൾ ഉണ്ടാക്കാമെന്ന്. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതിനായി ആദ്യം തന്നെ ഫിഷ് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നല്ല ക്യൂബ് സൈസാക്കി എടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. എനിക്ക് ഫിഷ് വാങ്ങിക്കുമ്പോൾ തന്നെ ആ രീതിയിലുള്ള കഷ്ണങ്ങളാണ് കിട്ടിയത്. അതുകൊണ്ട് പിക്കിളിന് നല്ല കറക്റ്റ് സൈസായിരുന്നു. ഒന്നുകൂടി ഞാൻ ചെറുതാക്കി എടുത്തതേ ഉള്ളൂ. ഫിഷ് എല്ലാം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി. ഒരുപാട് മുളക് പൊടി വേണ്ട. ഇത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അല്പനേരം വയ്ക്കാം. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. അച്ചാർ ഇടുന്ന സമയത്ത് നമ്മളെപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് കേടുകൂടാതെ കുറേ കാലം നിൽക്കാൻ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം പുരട്ടി മിക്സ് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചത് മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പിക്കിളിലേക്ക് ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. കരിഞ്ഞു പോകാനും പാടില്ല. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ച എല്ലാ പീസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. ഇതേ ഓയിലിൽ തന്നെ രണ്ടാമത്തെ കുറച്ചുകൂടി ബാക്കി കഷ്ണങ്ങളും ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത എല്ലാ ഫിഷും ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു പാൻ എടുത്ത് അച്ചാറിടാൻ ആവശ്യമായ ഉലുവ, ഒരു 2 സ്പൂൺ ഉലുവ, 4 സ്പൂൺ കടുക് ഇവയെല്ലാം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സാധാരണ അച്ചാറിടാൻ അച്ചാർപ്പൊടി ഉപയോഗിക്കാറില്ല. ഞാൻ തന്നെ വീട്ടിൽ ഇങ്ങനെ ഉലുവയും കടുകും കായവും ഈ 3 പൊടിയും ചേർത്ത് ഉള്ള മിക്സാണ് ഉപയോഗിക്കാറ്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒന്ന് ചൂടായി പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് ഈ മിക്സ് ഉപയോഗിക്കുന്നത്. അച്ചാർ പൊടിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇത് കിട്ടും. നമ്മളിപ്പോൾ ചൂടാക്കിയെടുത്ത ഉലുവയും കടുവും ഞാൻ മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ മിക്സും ആവശ്യത്തിന് കായവും ഫ്രൈ ചെയ്ത് വെച്ച ഫിഷിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു ഭാഗത്ത് വയ്ക്കാം.
ഇനി നമുക്ക് മറ്റൊരു പാന് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിൽ തന്നെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ഫിഷിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 4-5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂൺ സാദാ നോർമൽ മുളക് പൊടിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിൽ ഇട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഒരു 3-4 സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നീട് അതിലേക്ക് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ റെഡിയാണോ എന്ന് നോക്കി എല്ലാം വീണ്ടും നന്നായി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്.